കാലത്ത് നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ടവൻ, പിന്നീട് കണ്ണിലെ കരടായി മാറിയ സത്യപാൽ മാലിക് പറയാൻ ഒരുപാട് രഹസ്യങ്ങൾ ബാക്കിയാക്കി വിട പറയുമ്പോൾ നമ്മളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ചരിത്രത്തിലെങ്കിലും കാശ്മീരികളെ ഒറ്റുകൊടുത്തതിന്റെ ചരിത്രവും പിന്നാമ്പുറ കഥകളും ഇനി ആരാണ് നമ്മളോട് പറയുക? അധികാരത്തിന്റെ അന്തഃപുരങ്ങളിലെ ഇടനാഴികളിലെ ചതിയുടെ കഥകൾ ഇനി ആരാണ് നമ്മളോട് പറയുക? സത്യം പറഞ്ഞതിന് അവസാന നിമിഷം വരെ വേട്ടയാടിയതിന്റെ വേദനകൾ ഇനി ആരാണ് നമ്മളോട് പങ്കുവെക്കുക? സമയമുള്ളവർ, രാഷ്ട്രീയ ബോധമുള്ളവർ, ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ആശങ്കയുള്ളവർ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മോഡിഫൈഡ് ഇന്ത്യയുടെ ഇരുണ്ട ഉള്ളറകളിലേക്ക് നമ്മൾ ഒന്നിച്ചു നടക്കുകയാണ് ഈ വീഡിയോയിലൂടെ. മോദിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന മുൻ ജമ്മു കാശ്മീർ ഗവർണറും മുതിർന്ന ജാട്ട് നേതാവുമായിരുന്ന സത്യപാൽ മാലിക് തന്റെ 79ാമത്തെ വയസ്സിലാണ് മോദിയെ വിറപ്പിക്കുന്ന അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ, BJP സർക്കാർ അഴിച്ചുവിട്ട CBI അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കെ, കരുതാൻ ഒരാൾ പോലുമില്ലാതെ, സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ലാതെ ദില്ലിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു പോകുന്നത്. അതും 1960കളിൽ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തോട് തന്നെ അടുപ്പിച്ച റാം മനോഹർ ലോഹ്യയുടെ പേരിലുള്ള ആദ്യ ആശുപത്രിയിൽ. സത്യപാൽ മാലിക്കിന്റെ മരണദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓഗസ്റ്റ് 5. 6 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഇതേ ദിവസമാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത്. ഈ പ്രക്രിയയിലേക്ക് കാശ്മീരിനെ ഒരുക്കാനായിരുന്നു മാലിക്കിനെ നരേന്ദ്രമോദി അങ്ങോട്ട് ഗവർണറായിട്ട് പറഞ്ഞയച്ചത്. എന്നാൽ ഗവർണർ ഭരണത്തിൽ കാശ്മീരിലെ രാജാവായി വാണ സത്യപാൽ മാലിക് പോലും അറിയാതെ ആയിരുന്നു 370 എടുത്തു കളഞ്ഞത്. ആ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് മാലിക് പിന്നീട് നമ്മളോട് തുറന്നു പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആരോഗ്യ കാരണങ്ങൾ എന്നും പറഞ്ഞ് രാജിവെക്കാൻ നിർബന്ധിതനായതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നല്ലോ. ആ വീഡിയോയിൽ സത്യപാൽ മാലിക്കിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ധൻകർ കിടിലൻ വക്കീലാണ്, നന്നായി ലോ പോയിന്റുകൾ പറയും. എന്നാൽ നരേന്ദ്രമോദി ഷാ ഭരണത്തിൽ അതൊന്നും വിലപ്പോവില്ലെന്ന് നമുക്കിന്നറിയാം. ധൻകറിനെ പോലെ BJP നേതൃത്വത്തിന്റെ അപ്രീതിക്ക് പാത്രമായ മറ്റൊരു മുതിർന്ന നേതാവിനെ ഓർമ്മയില്ലേ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതേ സത്യപാൽ മാലിക്കാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്ത് ഗവർണറായിരുന്ന സത്യപാൽ മാലിക്. കേന്ദ്ര സർക്കാർ ഒരിക്കലും 370 എടുത്തു കളയില്ല എന്ന് മാലിക് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അത് സംഭവിച്ചത്. ജഗ്ദീപ് ധൻകറെ പോലെ തന്നെ ഒരു ജാട്ട് നേതാവാണ് സത്യപാൽ മാലിക്. അത്യാവശ്യം ഈഗോയുണ്ട്. അമിത്ഷായ്ക്കും മോദിക്കും RSSനുമെതിരെ സംസാരിച്ചു തുടങ്ങിയ മാലിക്കിന് പിന്നെ അധിക നാൾ പൊതുജീവിതത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം 1 മാസം മുമ്പാണ് അദ്ദേഹത്തെ കുറിച്ച് നാം അവസാനമായി കേൾക്കുന്നത്. നിരന്തരമായ CBI റെയ്ഡുകൾ, അന്വേഷണങ്ങൾ കഴിഞ്ഞ് താൻ വളരെ സീരിയസ് ആയി ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. മറ്റൊരാളുടെ കോണ്ടാക്ട് നമ്പർ അതിനോടൊപ്പം നൽകിയിരുന്നു. സത്യപാൽ മാലിക്കിന് 79 വയസ്സ്. ധൻകറും BJP നേതൃത്വവുമായി തന്റെ ഉരസലുകൾ പിന്നീട് മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. എന്നാൽ ജഗ്ദീപ് ധൻകറിനെ പോലെ നിശബ്ദമായിരുന്നില്ല സത്യപാൽ മാലിക്. BJPയും മോദിയുമായുള്ള തന്റെ ഉരസലുകൾ വെളിപ്പെടുത്തുക മാത്രമല്ല, തന്റെ അവസാന നാളുകളിൽ സർക്കാരിനെതിരെ പരസ്യമായി പോരാടിക്കൊണ്ടാണ് സത്യപാൽ മാലിക് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. രോഗം മൂർച്ഛിച്ച വേളയിൽ ഇക്കഴിഞ്ഞ മെയ് 25 ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് സത്യപാൽ മാലിക് ഒരു എക്സിൽ പോസ്റ്റ് ചെയ്തു. വളരെ വിഷമമുള്ള ഒരു പോസ്റ്റ്. അതിങ്ങനെയായിരുന്നു: പകമൂത്ത മോദി സർക്കാർ തന്നെ എങ്ങനെ വേട്ടയാടുന്നു എന്ന വാക്കുകളിൽ കൃത്യമായി എഴുതി ചേർത്തിരുന്നു. പ്രിയപ്പെട്ട ഈ രാജ്യത്തിലെ നിവാസികളെ, ഞാൻ ഏകദേശം 2 ആഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 ദിവസം മുൻപ് മോദി സർക്കാരിന്റെ ഏജൻസിയായ CBI എനിക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്റെ ദേശവാസികളോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു കർഷകന്റെ മകനാണ്. കർഷകരുടെ രക്ഷകനായിരുന്ന അന്തരിച്ച ചരൺ സിംഗിന്റെ ആദർശങ്ങൾ പിന്തുടർന്ന് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായും സത്യസന്ധനായി തന്നെയാണ് ജീവിച്ചത്. ഈ CBI കുറ്റപത്രത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നെ കുടുക്കാൻ ശ്രമിക്കുന്ന ഈ കുറ്റപത്രം ഒരു ടെൻഡറുമായി ബന്ധപ്പെട്ടതാണ്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ടെൻഡറിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ ടെൻഡർ. അതിൽ റിലയൻസ് 44 കോടി രൂപ പിഴയടക്കേണ്ടി വന്നു. കേസ് CBIക്ക് വിട്ടു. സത്യപാൽ മാലിക്കിന്റെ എക്സ്പോസ്റ്റിലേക്ക് മടങ്ങി വന്നാൽ, എന്നാൽ ഇതിൽ അഴിമതിയുണ്ടെന്ന് ഞാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അറിയിക്കുന്നത്. അതിനാലാണ് ഞാനത് റദ്ദാക്കുകയും ചെയ്തത്. ഞാൻ പുറത്തു കൊണ്ടുവന്ന അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് നരേന്ദ്രമോദിയും CBIയും രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറയണം.
സർക്കാർ ഏജൻസികളായ CBI, ED നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്റെ സമ്പത്ത് എത്രത്തോളം വർദ്ധിച്ചുവെന്ന് രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറയണം. എന്റെ സമ്പത്ത് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്നെ കള്ളക്കേസിൽ കൊടുക്കരുത്. ഞാൻ ഒരൊറ്റ മുറി വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ കടക്കാരനാണ്. നരേന്ദ്രമോദിജി എന്നെ കള്ളനാക്കാൻ ശ്രമിക്കരുതെന്നും എന്റെ രാജ്യക്കാർക്കിടയിൽ എനിക്കെതിരെ വെറുപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കരുതെന്നും ഞാനും നിങ്ങളുടെ സർക്കാർ ഏജൻസികളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുക. സത്യമേവ ജയതേ. സത്യസന്ധതയോടും സത്യത്തോടും കൂടി ഞാൻ ഈ സ്വേച്ഛാധിപത്യ സർക്കാരിനെതിരെ ഉറച്ചു നിൽക്കുന്നു. എത്ര ശക്തമായ വാക്കുകളാണെന്ന് നോക്കൂ. നരേന്ദ്രമോദിയുടെ സ്വന്തം ആളിൽ നിന്ന് ഈ മരണത്തിന് 2 മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രി കിടക്കയിൽ നിന്ന് മോദി സർക്കാരിനെ ഒരു സ്വേച്ഛാധിപത്യ സർക്കാർ എന്ന് വിളിക്കുന്നതിലേക്ക് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് നമുക്കൊരു 6 വർഷത്തെ പിറകോട്ടുള്ള യാത്ര നടത്തണം. നിങ്ങൾ എൻ്റെ കൂടെ വരണം. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുമെന്നത് എല്ലാ കാലത്തെയും BJPയുടെ പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നു. വാജ്പേയി സർക്കാർ എന്നാൽ അതിന് തുനിഞ്ഞില്ല. 1ാം മോദി സർക്കാർ അതിന് തുനിഞ്ഞില്ല. എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാരിന്റെ ഭരണ തുടർച്ച പോലെ 2ാം മോദി സർക്കാർ മെയ് 31, 2019 അധികാരം ഏറ്റെടുക്കുകയാണ്. 1ാം മോദി സർക്കാരിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 543-ൽ 282 സീറ്റ്. എന്നാൽ 2ാം തവണ അധികാരത്തിലെത്തിയത് 303 സീറ്റുമായുമാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് വേണമെങ്കിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് 55 സീറ്റെങ്കിലും വേണം. കോൺഗ്രസിന് ലഭിച്ചത് 53 സീറ്റ്, DMK 23, തൃണമൂൽ 22. അങ്ങനെ വളരെ ദുർബലമായ പ്രതിപക്ഷം. മോദിക്കും അമിത്ഷായ്ക്കും പാർലമെന്റിന്മേൽ മൃഗീയാധീശത്വം എന്ത് തോന്നിയാസും ചെയ്യാം. കാശ്മീരിലെ മെഹബൂബ മുഫ്തിയുടെ PDP സർക്കാരിനെ BJP കാലുവാരി സർക്കാർ വീണതോടെ രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു കാശ്മീർ. 2018 ഓഗസ്റ്റിൽ സത്യപാൽ മാലിക് കാശ്മീരിലെ ആദ്യത്തെ രാഷ്ട്രീയക്കാരനായ ഗവർണറായി നിയമിതനാകുന്നത് ഈ കാലത്താണ്. അതിനു മുമ്പുള്ള എല്ലാ ഗവർണർമാരും ഒന്നുകിൽ ആർമി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മുതിർന്ന ബ്യൂറോക്രാറ്റുകളൊക്കെ ആയിരുന്നു. 2004-ൽ BJPയിൽ ചേർന്നത് മുതൽ നരേന്ദ്രമോദിയുടെ സ്വന്തം ആളായിരുന്നു സത്യപാൽ മാലിക്. 2014-ലെ ഐതിഹാസിക തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിലെ കർഷകരെയും ജാട്ടുകളെയും BJPയിലേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച രാഷ്ട്രീയ നേതാവ്. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴുള്ള ബീഹാറിലെ ഗവർണറായിട്ടാണ് മോദി 2017-ൽ സത്യപാൽ മാലിക്കിനെ അയക്കുന്നത്. 2018 ഓഗസ്റ്റിൽ കാശ്മീർ പിടിക്കാൻ നേരെ ഗവർണറാക്കി അങ്ങോട്ടൊരു സ്ഥാനക്കയറ്റവും നടത്തി. 2019 ഒക്ടോബർ വരെ അദ്ദേഹം കാശ്മീർ ഗവർണറായി തീർന്നു. അതിനിടയിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു. 2019 ഫെബ്രുവരി 14-നായിരുന്നു 40 വീര ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മോദി അധികാരത്തിലേറി 2ാം മാസം ഓഗസ്റ്റ് 5-ന് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുന്നു. 2019 ഒക്ടോബറിൽ സത്യപാൽ മാലിക്കിനെ ഗോവ ഗവർണറായി സ്ഥാനചലനം. ഇനി ഇവിടെ വെച്ചുകൂടാ എന്ന് പ്രജാപതിക്ക് തോന്നിക്കാണുമായിരിക്കും. ഈ കാലം അത്രയും മോദിയുടെയും അമിത്ഷായുടെയും അജിത് ഡോവലിന്റെയും നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ സത്യപാൽ മാലിക് തെറ്റിച്ചിരുന്നില്ല. 2018 നവംബറിൽ യാതൊരു ന്യായീകരണവുമില്ലാതെ വിശദീകരണവുമില്ലാതെ ജമ്മു കാശ്മീർ നിയമസഭയെ അതിന്റെ കാലാവധി തീരുന്നതിനു 2 വർഷം മുമ്പേ പിരിച്ചുവിട്ടതാണ് മാലിക്കിന്റെ കിരീടത്തിലെ പൊൻതൂവൽ. അതിനെക്കുറിച്ചുള്ള ഒരു തമാശ പിന്നാലെ പറയാം. പത്രപ്രവർത്തകരെ റെയ്ഡ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക എന്നത് മാലിക്കിന്റെ ഗവർണർ ഭരണത്തിൽ സർവ്വസാധാരണമായിരുന്നു. കർശനമായ ഇന്റർനെറ്റ് നിയന്ത്രണം, മൊബൈൽ ഫോൺ ഉപരോധത്തിന് മുൻകൈയെടുത്തു. പൂർണ്ണമായ സർക്കാർ നിരീക്ഷണത്തിലുള്ള ഇന്റർനെറ്റ് കിയോസ്കുകളിൽ നിന്ന് ജോലി ചെയ്യാൻ മാധ്യമപ്രവർത്തകരെ നിർബന്ധിതരാക്കി. ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടിനെ ന്യായീകരിച്ചു. പത്രപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദമില്ലാത്ത പത്രസമ്മേളനങ്ങൾ നടത്തി. ഇതൊക്കെ മിണ്ടാതെ നടപ്പാക്കിയെങ്കിലും ചില കാര്യങ്ങളിൽ തനിക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നാണ് സത്യപാൽ മാലിക് പിന്നീട് തുറന്നു പറഞ്ഞത്. 370 എടുത്തു കളഞ്ഞ് 3 മാസത്തിനുള്ളിൽ മാലിക്കിനെ ഗോവയിൽ ഗവർണറായി തട്ടുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് കാശ്മീരിൽ തന്നെ ഒരു വെറും കറിവേപ്പിലയായിട്ടാണ് BJP ഉപയോഗിക്കുകയായിരുന്നു എന്ന സത്യം അദ്ദേഹം പിന്നീട് തിരിച്ചറിയുന്നത്. പല BJPക്കാരും തിരിച്ചറിയാതിരിക്കുന്നതേ ഉള്ളൂ. ഈ രോഷം പിന്നീട് ഗോവയിലെ BJP സർക്കാരിനോടായി. ഗോവയിലെ BJP സർക്കാർ കോവിഡ് കാലത്ത് അഴിമതി നടത്തിയെന്നൊരു ആരോപണം ഉന്നയിച്ച് നരേന്ദ്രമോദിയുടെ പിണക്കി കണ്ണിലക്കാരനായി. അവിടെ നിന്ന് മാലിക്കിന് നേരെ മേഘാലയ ഗവർണറായിട്ടാണ് തട്ടിയത്. അവിടെ വെച്ച് അംബാനിക്കും ഒരു മുതിർന്ന RSS നേതാവിനുമെതിരെ, പേര് വെളിപ്പെടുത്തിയില്ല RSS നേതാവിന്റെ, അദ്ദേഹം അഴിമതി കൈക്കൂലി ആരോപണം നടത്തുന്ന അവിടെ വെച്ചാണ്. അതിന്റെ ഭവിഷ്യത്തായിരുന്നു മരണം വരെ അദ്ദേഹത്തെ പിന്തുടർന്ന
CBI റെയ്ഡും അന്വേഷണവും അവസാനം നരകിച്ചുള്ള മരണവുമെല്ലാം. എന്നാൽ സത്യപാൽ മാലിക്കിനെ നരേന്ദ്രമോദിയുടെ കണ്ണിൽ ഒരിക്കലും പൊറുക്കപ്പെടാൻ കഴിയാത്ത കാലുവാരിയാക്കി മാറ്റിയത് പുൽവാമ ഭീകരാക്രമണത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആരോപണമായിരുന്നു. നമ്മളത് വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. കരൺ താപ്പറുമായുള്ള അഭിമുഖം 2023 ദി വയറിന് വേണ്ടി കരൺ താപ്പറുമായുള്ള അഭിമുഖത്തിലായിരുന്നു ആ വെളിപ്പെടുത്തലുണ്ടായത്. പുൽവാമ ഭീകരാക്രമണം നടന്ന അതേ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നതിന് പകരം CRPF വ്യോമ ഗതാഗത സൗകര്യം ആവശ്യപ്പെട്ടിരുന്നു എന്നും അത് ആഭ്യന്തര മന്ത്രാലയം നിഷേധിച്ചതായും മാലിക് അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അന്ന് വൈകുന്നേരം തന്നെ ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ആക്രമണം നടന്നത് നമ്മുടെ തെറ്റുകൊണ്ടാണ്. CRPF വാഹന വ്യൂഹത്തിന് വിമാനം നൽകിയിരുന്നുവെങ്കിൽ ഈ ആക്രമണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം എന്നോട് നിശബ്ദനായിരിക്കാനാണ് ആവശ്യപ്പെട്ടത്. നരേന്ദ്രമോദിയെ കുറിച്ച് മാത്രമല്ല മാലിക് പറഞ്ഞത്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ എന്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹവും എന്നോട് ഈ വിഷയത്തിൽ നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് സത്യപാൽ മാലിക് പറഞ്ഞത്. സത്യപാൽ മാലിക്കിന്റെ വാക്കുകൾ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ പ്രതിരോധത്തിലാക്കി. സത്യത്തിൽ 2021 ഫ്രണ്ട് ലൈൻ മാസിക പുൽവാമ ഭീകരാക്രമണത്തെ കുറിച്ച് നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു മാലിക്കിന്റെ വാക്കുകൾ. കുറഞ്ഞത് 11 രഹസ്യാന്വേഷണ മുന്നറിയിപ്പുകളെങ്കിലും 2019 ജനുവരി 2 ഭീകരാക്രമണം നടന്ന ഫെബ്രുവരി 14 ഇടയിൽ ലഭിച്ചിരുന്നുവെന്ന് ഫ്രണ്ട് ലൈൻ്റെ അന്വേഷണം വെളിപ്പെടുത്തി. എന്നാൽ സർക്കാർ ഇതൊന്നും തന്നെ ചെവിക്കൊണ്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ സുരക്ഷാ ഏജൻസികൾക്കും അതുവഴി സർക്കാരിനും CRPF ജവാന്മാർ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്നു എന്നാണ് സത്യപാൽ മാലിക്കും ഈ അന്വേഷണ റിപ്പോർട്ടും പറഞ്ഞത്. പുൽവാമ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുദസ്സിർ അഹമ്മദ് ഖാൻ 4 കൂലിപ്പടയാളികളുമായി ചേർന്ന് ഒരു വലിയ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടെന്ന് അധികാരികൾക്ക് വിവരമുണ്ടായിരുന്നു എന്നതാണ് ഫ്രണ്ട് ലൈൻ്റെ റിപ്പോർട്ട്. അതുപോലെ തന്നെ വിവാദമായി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആ ദിവസത്തെക്കുറിച്ച് സത്യപാൽ മാലിക് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. BJPയുടെ തിരഞ്ഞെടുപ്പ് അജണ്ട ആയതിനാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് തനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഗവർണറായ തന്നോട് ഇതിനെക്കുറിച്ച് ഒരിക്കലും കേന്ദ്ര സർക്കാർ ആലോചന നടത്തിയിരുന്നില്ല. പ്രത്യേക പദവി എടുത്തു കളയുന്നതിന് മുൻപൊരിക്കൽ നരേന്ദ്രമോദി തന്നോട് ചോദിച്ചത്രേ, നമ്മൾ എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നരേന്ദ്രമോദി ചോദിച്ചത്രേ. അങ്ങനൊന്നും ഉണ്ടാവില്ല, കാശ്മീരിൽ ആകെ മടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ് മനുഷ്യർ എന്ന് മാലിക് നരേന്ദ്രമോദിക്ക് മറുപടി കൊടുത്തത്രേ. എന്നാൽ തീരുമാനം നടപ്പാക്കിയ 2019 ഓഗസ്റ്റ് 5 ഒരു ദിവസം മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സത്യപാൽ മാലിക്കിനെ വിളിച്ചു. സത്യപാൽ, ഞാൻ നാളെ രാവിലെ ഒരു കത്ത് അയക്കുന്നുണ്ട്. ദയവായി നാളെ 11 മണിക്ക് മുമ്പ് ഒരു കമ്മിറ്റിയിൽ അത് പാസ്സാക്കി എനിക്ക് തിരിച്ചയച്ചു തരണമെന്ന് അമിത്ഷാ തന്നോട് പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയത്. കാശ്മീരിന്റെ കാര്യത്തിൽ ഡൽഹിയിലുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം കരൺ താപ്പറിനോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ദേജാവു ഇതുപോലൊരു ഡയലോഗ് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടതായി നിങ്ങൾ ഓർക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതിനൊരു സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂൺ 25 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിൽ ഒപ്പിട്ട രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആ വിവരം അറിയുന്നത് ഒരേ ഒരു ദിവസം മുൻപ് മാത്രം. 370 എടുത്തു കളഞ്ഞത് ലോകം അറിയുന്നത് ഓഗസ്റ്റ് 5 പാർലമെന്റിൽ അമിത്ഷാ പ്രഖ്യാപിക്കുന്നതോടെയാണ്. കാശ്മീർ ഗവർണർ ആ വിവരം അറിയുന്നത് തൊട്ടു തലേന്ന്. സത്യപാൽ മാലിക്കിന് അത് കിട്ടണമെന്ന് പറയുന്നവരുണ്ട്. കാരണം മോദിയെ പ്രീതിപ്പെടുത്താൻ സമാനമായ രീതിയിലായിരുന്നു ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുത്ത സർക്കാരിന് ഭരണത്തിൽ തുടരാൻ മാലിക് അവകാശം നിഷേധിച്ചത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു തമാശയുണ്ട്. സത്യപാൽ മാലിക്കിന്റെ വക ക്രൂരമായൊരു തമാശ അരങ്ങേറുന്നത് ഇവിടെയാണ്. ഒരു ഫാക്സ് മെഷീൻ ജനാധിപത്യം അട്ടിമറിച്ച കഥയാണത്. ജമ്മു കാശ്മീരിൽ BJP പിന്തുണയോടെ ഭരണത്തിലിരുന്ന മെഹബൂബ മുഫ്തി സർക്കാരിന് ജൂൺ 19, 2018 BJPയുടെ പിന്തുണ പിൻവലിക്കുന്നു. ഗവർണർ ഭരണം വരികയാണ്. എന്നാൽ 2018 നവംബർ 21 കോൺഗ്രസിന്റെ പിന്തുണയോടെ തന്റെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും നാഷണൽ കോൺഫറൻസും സംയുക്തമായി സർക്കാർ രൂപീകരിക്കാൻ അവകാശം ഉന്നയിച്ചുകൊണ്ട് ഗവർണർ മാലിക്കിന്റെ ഓഫീസിലേക്ക് മെഹബൂബ മുഫ്തി ഒരു കത്ത് ഫാക്സ് ചെയ്യുന്നു. 3 പാർട്ടികൾക്കും കൂടി അസംബ്ലിയിൽ 87-ൽ 56 സീറ്റ് ഉണ്ടാകും, ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം. എന്നാൽ കത്ത് ഗവർണർക്ക് ലഭിക്കുന്നില്ല, കാരണം ഫാക്സ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴേക്കും നിയമസഭ പിരിച്ചുവിടാൻ വേണ്ടി മാലിക് ഉത്തരവിടുകയാണ്. എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ലോകം ചോദിച്ചപ്പോൾ സത്യപാൽ മാലിക്കിന്റെ മറുപടി
എന്തായിരുന്നു എന്നറിയാമോ? മെഹബൂബ മുഫ്തി ഈ കത്തയച്ച് ഒരു ദിവസം പൊതു അവധിയായതിനാൽ ഫാക്സ് നോക്കാൻ തന്റെ ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു വിമർശനമായിരുന്നു സത്യപാൽ മാലിക്കിന്റെ മറുപടി. കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴിഞ്ഞ മാലിക്കിൽ നിന്ന് ഇന്ത്യ കണ്ട ഏറ്റവും ഭയക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കാനുള്ള ബലം പിന്നീട് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് നമുക്ക് പലപ്പോഴും ആലോചിച്ചാൽ മനസ്സിലാവില്ല. താൻ ഒരു കർഷകന്റെ മകനാണ്, കർഷകരെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എന്നതായിരുന്നു കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ട് സത്യപാൽ മാലിക് പറഞ്ഞത്. ചിലപ്പോൾ ആ ചോരയുടെ ഗുണമായിരിക്കാം. കർഷക സമരത്തിൽ 600 പേർ മരിച്ചു, എന്നാൽ ഒരു മൃഗം ചത്താൽ അനുശോചനം അറിയിക്കുന്ന ഡൽഹിയിലെ നേതാക്കളിൽ നിന്ന് കർഷകർക്ക് വേണ്ടി ഒരു പ്രസ്താവന പോലും ഉണ്ടായില്ല എന്ന് അദ്ദേഹം വേദനയോടുകൂടി പിന്നീട് പരാതിപ്പെട്ടിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സത്യപാൽ മാലിക്കിന്റെ അന്ത്യവും. ആരും നോക്കാനില്ലാതെ, ആ ജീവിതം ആഘോഷിക്കാനില്ലാതെ ദൈന്യതയിൽ ഒറ്റപ്പെട്ട അദ്ദേഹം യാത്രയാവുകയായിരുന്നു. വളരെ ലളിതവും സൂക്ഷ്മവുമായിരുന്നു ആ മരണത്തോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചനം. എന്തായിരുന്നു അനുശോചനം? സാഡൻഡ് ബൈ ദ പാസിംഗ് അവേ ഓഫ് ശ്രീ സത്യപാൽ മാലിക് ജി. മൈ തോട്ട്സ് ആർ വിത്ത് ഹിസ് ഫാമിലി ആൻഡ് സപ്പോർട്ടേഴ്സ് ഇൻ ദിസ് അവർ ഓഫ് ഗ്രീഫ്. ഓം ശാന്തി. ഇന്ത്യൻ ഹിന്ദുത്വയ്ക്ക് ചവിട്ടിക്കയറാൻ ഒരു കോണി മാത്രമായിരുന്നു സത്യപാൽ മാലിക് എന്ന് ആ അനുശോചനം കേട്ടാൽ ആർക്കാണ് മനസ്സിലാകാത്തത്? അതുകൊണ്ടാണ് ഉള്ളിൽ അമർഷം കടിച്ചമർത്തിക്കൊണ്ട് മോദിയുടെ തേരോട്ടത്തിൽ എതിർപ്പുള്ളവരും മിണ്ടാതെ ഇരിക്കുന്നത് ഇപ്പോൾ. അല്ലെങ്കിൽ ജഗ്ദീപ് ധൻകറിന് സംഭവിച്ചതുപോലെ ഒരു യാത്രയയപ്പ് പോലും ലഭിക്കാതെ മറക്കപ്പെടാനുള്ളവരുടെ ചവറ്റുകുട്ടയിലേക്ക് നിങ്ങൾ പ്രതികരിക്കുന്ന ഓരോരുത്തരും നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന് മോദിക്ക് ജയ് വിളിക്കുന്ന ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്?